ഗോരഖ്പൂരിൽ നിന്ന് സൊണോലിക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ബസ്സിലാണ് യാത്ര അല്ലേ? 3 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് പറയുന്നു ബോർഡർ എത്താൻ വേണ്ടിയിട്ട്. ഗോരഖ്പൂർ ഇറങ്ങി അതാ സൊണാലിയിലേക്കുള്ള യാത്രയാണ്. സൊണാലിയിലേക്ക് എന്തിനാ പോകുന്നത്? നേപ്പാൾ ബോർഡർ. സൊണാലി നേപ്പാൾ ബോർഡറാണ് കേട്ടോ. അതെ, റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ സൊനോലി. നമ്മള് സൊനോലിയിൽ വന്ന് ബസ് ഇറങ്ങി സൈക്കിൾ റിക്ഷയിൽ പോവാണ്. എങ്ങോട്ട് പോവാണ്? നേപ്പാൾ ബോർഡറിൽ. ഒരു രാജ്യത്തിന്റെ ബോർഡറിലേക്ക് സൈക്കിൾ റിക്ഷയിൽ പോകുന്ന ആദ്യത്തെ വ്യക്തി നമ്മള്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കാറിലും ഫ്ലൈറ്റിൽ മാത്രം കയറി പോയപ്പോരുണ്ടോ? എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എവിടെ ഒരു രാജ്യം ആദ്യമായിട്ട് കയറാൻ പോകുന്ന ടാസ്ക് പരിപാടിയാണ്. ഇപ്പം നമ്മൾ നേപ്പാൾ ബോർഡറിലേക്ക് ഇതാ റിക്ഷയിൽ പൊക്കോണ്ടിരിക്കുകയാണല്ലേ. സൈക്കിൾ റിക്ഷ. നമുക്ക് ഒരു റൂൾസും ഇല്ലാതെ കൊണ്ടുപോകുന്നത്, ഒരു ഇതുമില്ല. ഇവിടെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല കേട്ടോ. ആ സൈഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് ഈ സൈഡിൽ കൂടെ ഇടുന്ന നമ്മളെ വണ്ടി അഡ്വഞ്ചറസ് ഡ്രൈവ് ആണ് കേട്ടോ. ഇല്ല, കംപ്ലീറ്റ് അഡ്വഞ്ചറസ് ഡ്രൈവാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബോർഡർ കണ്ട കേട്ടോ. ബോർഡർ കണ്ടേ. നേപ്പാൾ ഇന്ത്യൻ ബോർഡർ. ഇന്ത്യയുടെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ബോർഡർ. ഇങ്ങനെ നമ്മൾ നേപ്പാൾ കയറുകയാണ് ഏട്ടാ മക്കളെ. നേപ്പാൾ കയറുകയാണ്, നടന്ന് കയറുകയാണ്. ഒരു രാജ്യത്തിലേക്ക് നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിലേക്ക് നടന്ന് കയറിയിട്ടുണ്ട്. ഫോർമാലിറ്റീസാണ്. 200 രൂപയാണ് സിമ്മിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ നേപ്പാൾ എൻട്രി ചെയ്തിട്ട് സിമ്മ് നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക. ആധാർ കാർഡ് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അവരെടുക്കും. ഫോട്ടോ എടുത്തിട്ട് തമ്പിൻ്റെ ഇംപ്രഷനും കൂടെ അവർ ഫോട്ടോ എടുക്കും കേട്ടോ. ഇത്രയാണ് എടുക്കുന്നത്. ഇത്രയാണ് നേപ്പാൾ സിമ്മിന് വേണ്ടി 5 മിനിറ്റിൽ ആക്ടിവേഷൻ ആകുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് 1 GB കേക്കകത്ത് 1.6 GB ഡേറ്റയും വരും. അപ്പോൾ ഇതിന് 7 days ആണ്. टॉक टाइम नहीं आता है, कॉल करने 60 रुपीज़ टॉक टाइम വരും. അപ്പം ഞാൻ ഇവിടെ
പറഞ്ഞതിൻ്റെ ബേസിൽ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല എന്താണ് അവിടുത്തെ ഫോർമാലിറ്റീസ് എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ഒരു 10-ൽ 7 വീഡിയോസും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ആരുടെ ചാനലാണെന്നൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ എന്താ പറയുക, അതിനകത്ത് നമ്മൾ പറ്റിക്കപ്പെടും, ശ്രദ്ധിച്ച് മാത്രമേ സിം എടുക്കാവൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്ന് കയറിയ വഴിക്ക് ഫസ്റ്റ് കയറിയ കടയിൽ തന്നെ അതിനകത്ത് 2-3 വീഡിയോയിനകത്ത് പറയുന്നുണ്ടായിരുന്നു 200 രൂപയാണ് ചാർജ് വാങ്ങിക്കുന്നതെന്ന്. അവർ വേറെ ബാർഗനിങ് ഒന്നും ചെയ്തില്ല, 200 രൂപ തന്നെയാണ് പറഞ്ഞത് അല്ലേ? അവർ വേറെ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, 200 രൂപ തന്നെയാണ് സിമ്മിന് വരുന്നത്. നേപ്പാളിലേക്ക് പോകുന്ന ചേട്ടാ ചെറിയ പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കട്ടയ്ക്ക് നിന്നിട്ട് ഒന്നും പേടിക്കണ്ട കയറി പോരെ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മുടെ ചേട്ടൻ. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം യൂട്യൂബേഴ്സിനെല്ലാം അറിയായിരിക്കും. നേപ്പാളിലേക്ക് വന്നിട്ടുള്ള ഒരുവിധം യൂട്യൂബേഴ്സിനെല്ലാം അറിയായിരിക്കും. എന്താ ചേട്ടൻ്റെ പേര്? ബോബി ചേട്ടൻ. നേപ്പാളിലെ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചേട്ടനുണ്ട്, ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. നമ്മളെന്താ നേപ്പാൾ സിം ഇടാനാട്ടോ നമ്മുടെ ഫോണിൽ. വളരെ ഈസി ഫോർമാലിറ്റീസാണ്, അധികം ചടങ്ങൊന്നുമില്ല. ഇപ്പം നേപ്പാൾ സിം ഇട്ടിട്ട് നമുക്ക് റേഞ്ച് വന്നാൽ നോക്കാം. അങ്ങനെയല്ല, സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നേപ്പാളിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ യൂട്യൂബിനകത്ത്. ഉള്ളത് പറയാമല്ലോ, അതിനകത്ത് ഒരുപാട് വീഡിയോസിൽ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. നേപ്പാളിൽ കടന്നു കഴിഞ്ഞാൽ അവർ സിമ്മിൻ്റെ കേസിന് പ്രശ്നം ഉണ്ടാക്കും, ഒരുപാട് കത്തി പൈസ വാങ്ങിക്കും, എന്താ പറയുക, പറ്റിക്കപ്പെടും എന്നൊക്കെ. ഞാൻ അതിനകത്ത് 1-2 ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഈ റേറ്റ്. അപ്പം നേപ്പാൾ കയറിയിട്ടുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ കറൻസി ചേഞ്ച് ചെയ്യണം. ഇന്ത്യൻ കറൻസി ചേഞ്ച് ചെയ്ത് നേപ്പാളി മണിയാക്കി മാറ്റാനുള്ള പ്രോസസ്സാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, എത്ര രൂപ നമുക്ക് ഇന്ത്യയുടെ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പം നേപ്പാളിലെ വിശേഷങ്ങൾ ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് കയറുന്നത്. അപ്പം ആ രാജ്യത്തിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.